മാറിവരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നു വരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി. മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. ഫസ്റ്റ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കോമ്പൗണ്ടാണ്. ഒരു വൈറ്റ് കളറിലുള്ളൊരു പൗഡറാണ് അല്ലേ. ഈ പൗഡർ നമ്മൾ വീട്ടിൽ കിണറിലൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബ്ലീച്ചിങ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ വിളിക്കുന്ന ക്ലോറിനേഷൻ ഒരു സ്പെഷ്യൽ പേര് പറഞ്ഞ് നമ്മൾ വിളിക്കും. ആ പേര് ഇതാണ്, ദറ്റ് ഈസ് ഹൈപ്പോക്ലോറിനേഷൻ. എന്താണ്? ഹൈപ്പോക്ലോറിനേഷൻ. എന്തുകൊണ്ടായിരിക്കും ആ ഒരു പേര്? ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ് എന്നതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ ക്ലോറിൻ്റെ കണ്ടന്റ് കുറവായതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ ഹൈപ്പോ ക്ലോറിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ്റെ കണ്ടന്റ് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ ഒരു എക്സാമിന്, ഈ കഴിഞ്ഞ വർഷം നടന്നൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മുടെ ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിൻ്റെ കണ്ടന്റ്. ആ കണ്ടന്റ് വന്നിട്ട് ദറ്റ് ഈസ് 33.33% ആണ് ഉള്ളത്. 35% നമുക്കൊന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. 35% എന്നും റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഏത് വാല്യൂ ആണ് ഉള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിൽ അവിടെ ഹൈപ്പോക്ലോറിനേഷൻ എന്ന് വിളിക്കും. ദെൻ 33.33% ആണ് അതിനകത്തുള്ള ക്ലോറിൻ കണ്ടന്റ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ലഡ്ജ് ഫോർമേഷനാണ്. ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്ലഡ്ജ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലഡ്ജിൻ്റെ റിമൂവൽ ആൻഡ് ഡിസ്പോസലാണ് അവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഓവസിയ പഠനം ഇനി അനായാസം. പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.